നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈവൻ സ്കൂൾ കുട്ടികൾ വരെ എംബഡഡ് സിസ്റ്റം ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാമല്ലോ, ഈവൻ പത്രത്തിൽ തന്നെ കാണാം കുട്ടികൾ പല ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ചെറിയ പത്രവാർത്തകൾ കാണാറുണ്ട്. ഈവൻ ആ വണ്ടിയുടെ സ്പീഡ്, ടയറിന്റെ റൊട്ടേഷൻ, ടയറിലുള്ള പ്രഷർ, നമ്മുടെ UI ഇന്റർഫേസ്, ഈ ആക്സിഡന്റ് കൊളിഷൻ ഡിറ്റക്ട് ചെയ്യുന്നത്, കൊളിഷൻ ഉണ്ടാവുന്നുണ്ടോ അതിനനുസരിച്ച് ബ്രേക്കിംഗ് കൊടുക്കാനുള്ളത്, എല്ലാ ഫംഗ്ഷനാലിറ്റിയും ചെയ്യുന്നത് എംബഡഡ് സിസ്റ്റംസ് ആണ്. നിങ്ങൾക്ക് നന്നായിട്ട് C പ്രോഗ്രാമിംഗ് എംബഡഡ് സിസ്റ്റത്തിൽ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പകുതി കാര്യം കഴിഞ്ഞു. ബാക്കിയുള്ള എല്ലാ ലാംഗ്വേജും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും ഇഫ് യു നോ C and C++. എൻട്രി എഞ്ചിനീയറിംഗ് ജോബ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചാണ്. ഈ ഒരു ഫീൽഡിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ഇന്ന് പാനലിസ്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആളാണ്. ശ്രീജിത്ത് സാറാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. വെൽക്കം ശ്രീജിത്ത് സാർ. താങ്ക് യു. സോ എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ എഞ്ചിനീയർ സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡൊമൈനും കൂടെയാണ്. അപ്പം സാറിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എന്താണ് എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ വാട്ട് ഈസ് എംബഡഡ് സിസ്റ്റം എന്നുള്ളതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പറയാം. എംബഡഡ് സിസ്റ്റം ആ വാക്ക് ഇംഗ്ലീഷിൽ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും. എംബഡഡ്, സംതിങ് ഈസ് എംബഡഡ് സംവെയർ. എവിടെയോ എന്തോ എംബഡ് ചെയ്തിരിക്കുന്നു. എവിടെ എംബഡ് ചെയ്തിരിക്കുന്നു, എന്ത് എംബഡ് ചെയ്തിരിക്കുന്നു, ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ബേസിക്കലി എംബഡഡ് സിസ്റ്റം എന്താണെന്നുള്ളതിൻ്റെ ഉത്തരം. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ സാധനമാണ് നമ്മൾ എംബഡ് ചെയ്തിരിക്കുന്നത്. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ നമ്മൾ ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്യുന്നു. നമുക്കൊരു ബുദ്ധി വേണമല്ലോ. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫ്ലവർ വേസ് ഇരിപ്പുണ്ട്, അത് എടുക്കണമെങ്കിൽ നമുക്കൊരു ഇൻ്റലിജൻസ് ആവശ്യമാണ്. സോ അതുപോലെ എല്ലാ ടാസ്കുകളും നമ്മൾ ചെയ്യുന്നതിന് ഒരു ഇൻ്റലിജൻസ് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻ്റലിജൻസ് നമ്മൾ എംബഡ് ചെയ്തിരിക്കുന്നു. എവിടെയാണ് എംബഡ് ചെയ്തിരിക്കുന്നത്? ഒരു മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ ഒരു മൈക്രോ പ്രോസസ്സർ, ജസ്റ്റ് ലൈക്ക് എ മിനി കമ്പ്യൂട്ടർ. ഒരു മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ മൈക്രോ കൺട്രോളറിൽ നമ്മൾ ആ ഇൻ്റലിജൻസ് എംബഡ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ എംബഡ് ചെയ്തിരിക്കുന്നു? ഒരു കോഡിൻ്റെ രൂപത്തിൽ. അപ്പോൾ സിംപ്ലസ്റ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാനുള്ള ഇൻ്റലിജൻസിനെ കോഡിൻ്റെ രൂപത്തിൽ ഒരു മൈക്രോ പ്രോസസ്സറിലേക്കോ അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ ബേസ്ഡ് സിസ്റ്റത്തിലേക്കോ എംബഡ് ചെയ്തിരിക്കുന്നു. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന ഉദാഹരണങ്ങൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡിജിറ്റൽ വാച്ച്, അതിനകത്ത് നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് അവൈലബിൾ ആണ്. അതൊരു എംബഡഡ് സിസ്റ്റമാണ്. മൊബൈൽ ഫോൺ ഒരു എംബഡഡ് സിസ്റ്റമാണ്. പിന്നെ ആദ്യകാല എംബഡഡ് സിസ്റ്റങ്ങൾ എടുക്കുകയാണെങ്കിൽ മലയാളിക്ക് ഏറ്റവും പരിചിതമായ എംബഡഡ് സിസ്റ്റം ഒരു വാഷിംഗ് മെഷീനായിരിക്കും. വാഷിംഗ് മെഷീനാണ് ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു എംബഡഡ് സിസ്റ്റം. സെമി ഓട്ടോമാറ്റിക്കും ഫുള്ളി ഓട്ടോമാറ്റിക്കും അത് പല സ്റ്റേജുകളായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കാണാം, ഇപ്പോൾ ഉള്ള ആൻഡ്രോയിഡ് TV അതും ഇതാണ്, എംബഡഡ് സിസ്റ്റംസ് ആണ്. ഡിജിറ്റൽ വാച്ച് നേരത്തെ പറഞ്ഞ മാതിരി. അങ്ങനെ ഒരുവിധം എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് ഒരു 90%, എൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ 90% എബവും എംബഡഡ് സിസ്റ്റംസ് ആയിരിക്കും. നമ്മൾ അറിഞ്ഞോളുന്നില്ല, കാരണം എപ്പോഴും യൂസറിന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ നടക്കുന്നതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പം മിക്കവാറും ആ ഉപകരണങ്ങളെല്ലാം തന്നെ എംബഡഡ് സിസ്റ്റംസ് ആയിരിക്കും. അതൊരു മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ ഒരു മൈക്രോ കൺട്രോളർ ഇൻ്റലിജൻസ് എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അതുപോലെ തന്നെ സാർ, ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ കോഴ്സ് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ട് ഏതൊക്കെ ഡൊമൈനിലുള്ള ആളുകൾക്ക് കഴിയും, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ആളുകൾക്കായിരിക്കും ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നുള്ള രീതിയിലല്ലേ ചോദിച്ചത്? അതെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ബേസിക്കലി വേണ്ടത് ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി. ഡിപ്ലോമക്കാർക്ക് ചെയ്യാൻ സാധിക്കും, ഡിഗ്രിക്കാർക്കും ചെയ്യാൻ സാധിക്കും. BTech, MTech, പിന്നെ അതുപോലെ തന്നെ ഡിപ്ലോമ പോളിടെക്നിക്ക് കഴിഞ്ഞ ആളുകളുണ്ട്, അവർക്ക് സാധിക്കും. പിന്നെ MCA BCAക്കാർക്ക് സാധിക്കും. ഈവൻ ഡിഗ്രി എടുത്തവർക്കും സാധിക്കും. സയൻസ് ഡിഗ്രി പ്ലസ് മാത്തമാറ്റിക്സും അല്പം പ്രോഗ്രാമിംഗ് സ്കിൽസും ഉണ്ടെങ്കിൽ അവർക്ക് ചേരാൻ സാധിക്കും. പിന്നെ BTech MTech എന്നുള്ള ഡിപ്ലോമ എന്നുള്ള സ്ട്രീമിൽ നമ്മൾ പറയുമ്പോൾ ശരിക്കും അത് കുറച്ച് നമ്മൾ പറയുന്നത് ഇതൊരു ഇൻ്റർ ഡിസിപ്ലിനറി സംഭവമാണ് ഈ എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. കാരണം ഇപ്പം നമ്മളൊരു റോബോട്ട് എടുത്തു കഴിഞ്ഞാൽ, റോബോട്ട് സത്യത്തിൽ അതിൻ്റെ എന്താ പറയുക, ഇപ്പോൾ ഒരു ആം ചലിപ്പിക്കുക, തല ഇങ്ങോട്ടും അങ്ങോട്ടും പോവുക, അതിൻ്റെ മെക്കാനിക്കൽ മോഷൻ, അത് മുഴുവൻ മെക്കാനിക്കൽ സാധനമാണ്.
അല്ലേ, ഒരു മെക്കാനിക്കൽ സെറ്റപ്പാണത്. ഒരു എന്താ പറയുക, ഒരു ഫ്രെയിം ഉണ്ടാക്കി ആ ഫ്രെയിമിൻ്റെ മൂവ്മെൻറ്റിലാണ് അതിൻ്റെ മെക്കാനിക് കംപ്ലീറ്റ് കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പം അതൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ചെയ്യുന്നതാണ്. പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ഇലക്ട്രോണിക് സിസ്റ്റമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്യപ്പെടുകയാണ് അവിടെ. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നത് മെക്കട്രോണിക് സിസ്റ്റം എന്നാണ്. ഇനി ഇതിന് ചിലപ്പോൾ ചില സമയത്ത് ഒരു യൂസർ ഇൻ്റർഫേസ്, ഒരു കോഡിങ് വരുന്നുണ്ട്. അപ്പോൾ അതോടെ കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ട്. സോ ഇത് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ഏരിയ ആണ്. സോ ആർക്ക് വേണമെങ്കിലും വരാം. ഇലക്ട്രോണിക്സുകാർക്ക് വരാം, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുകാർക്ക് വരാം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുകാർക്ക് വരാം. ഈവൻ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റാ സയൻസ്, ആ കോഴ്സുകൾ എടുത്തവർക്ക് വരാം, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയേഴ്സിന് വരാം. അപ്പോൾ ഈ സ്ട്രീമിലുള്ള എല്ലാ ആളുകൾക്കും ഇതിനകത്തോട്ട് വരാം. അല്പം പ്രോഗ്രാമിംഗ് സ്കില്ലും അല്പം ബേസിക് ഇലക്ട്രോണിക് സ്കില്ലും ഉണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും ഈ ഫീൽഡിലേക്ക് വരാവുന്നതാണ്. അപ്പം താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം, ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ പോളിടെക്നിക്ക്, ഡിഗ്രി, അതിനകത്ത് ഈ ഫീൽഡുകളൊക്കെ ആണെങ്കിൽ കുറേയും കൂടി ബെറ്റർ. അല്ലാത്തവർക്കും തീർച്ചയായിട്ടും പഠിക്കാം. ഇപ്പോൾ ഞാനത് പറയാൻ കാരണം, നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈവൻ സ്കൂൾ കുട്ടികൾ വരെ എംബഡഡ് സിസ്റ്റം ചെയ്യുന്നുണ്ട്. റോബോട്ടിക്സ് ആണെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ അതെ, നമുക്ക് കാണാമല്ലോ. ഈവൻ പത്രത്തിൽ തന്നെ കാണാം, പല 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 കുട്ടികൾ പല ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ചെറിയ പത്രവാർത്തകൾ കാണാറുണ്ട്. പിന്നെ അതുപോലെ സ്കൂളുകളിൽ ഇപ്പോൾ അഡൽട്ട് ടിങ്കറിംഗ് ലാബ് പോലത്തെ ടിങ്കറിംഗ് ലാബ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ശരിക്കും ഒരു എംബഡഡ് സിസ്റ്റമാണ് അവിടെ പലപ്പോഴും ചെയ്യുന്നത്. അപ്പം അവരെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് സത്യത്തിൽ ഒരു പറയത്തക്ക ക്വാളിഫിക്കേഷൻ ഇല്ലല്ലോ. അതായത് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവർക്കില്ല, എങ്കിൽ പോലും അവർ ചെയ്യുന്നുണ്ട്. സോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യൂരിയോസിറ്റിയാണ് അതിന് വേണ്ട ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ. പക്ഷേ തൊഴിലധിഷ്ഠിതമായിട്ട് നോക്കുമ്പോൾ നമുക്കൊരു ഡിഗ്രി കയ്യിലിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഡെയിലി ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളിലും ഈ എംബഡഡ് സിസ്റ്റം അല്ലെങ്കിൽ തിങ്സ് ആർ എംബഡഡ്, അല്ലെങ്കിൽ ആ ഒരു മേഖല അത്രയും വാസ്റ്റായിട്ടുള്ള ഒരു ഇതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സാർ പറഞ്ഞതിൽ നിന്നും അതാണ് മനസ്സിലാവുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ? നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കോളേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വി ഹാവ് ടു ഗെറ്റ് പ്ലേസ്ഡ്. സോ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് എത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു സെക്ടറിലുണ്ട് എന്നുള്ളതൊന്ന്. ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ട് പറയാം. കാരണം ഈ എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് പണ്ട് തൊട്ട് ഇലക്ട്രോണിക്സ് ഡെവലപ്പ് ചെയ്ത് IC ചിപ്പുകൾ വന്നു, മൈക്രോ കൺട്രോളേഴ്സിൻ്റെ ഇൻവെൻഷൻ മുതൽ എംബഡഡ് സിസ്റ്റം ഡെവലപ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ 70s 80s മുതൽ മുന്നോട്ട് വരികയാണ്. അത് ആദ്യം കുറേ അധികം പെട്ടെന്ന് ഗ്രോ ചെയ്തു. അതിനുശേഷം കുറച്ച് നാൾ ഫ്ലാറ്റായിട്ട് നിന്നു, പിന്നെ കുറച്ചൊന്ന് ഡീപ്പ് ചെയ്തു, പിന്നെ അഗെയിൻ മുന്നോട്ട് പോയി ഫ്ലാറ്റായിട്ട് നിന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് കഴിഞ്ഞൊരു 5 to 10 years മുതൽ ഇനി അങ്ങോട്ടേക്ക് അടുത്തൊരു 10 to 20 years നമ്മൾ കാണാൻ പോകുന്നത് എംബഡഡ് സിസ്റ്റത്തിന് ഭയങ്കര ഒരു ബൂമാണ്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പറയുന്ന വെയറബിൾ ഡിവൈസ് ആൻഡ് മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സ്. ഇപ്പോൾ നമ്മൾ കൈ കെട്ടുന്ന ഡിജിറ്റൽ വാച്ചിൽ നമുക്ക് ഒരുപാട് വിവരങ്ങൾ അറിയാൻ പറ്റും. ഇപ്പം ആട്രിയൽ ഫിബ്രിലേഷൻ, ഈ ECG എടുക്കാൻ പറ്റും നമുക്ക് ചെറിയ വാച്ച്. അതെ, ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ ഈവൻ പണ്ട് ഇപ്പോൾ ആപ്പിളിൻ്റെ വാച്ചുകളിലൊക്കെയാണ് മെയിനായിട്ട് ഈ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് കുറച്ചും കൂടി എന്താ പറയുന്നത്, വില കുറഞ്ഞ ചീപ്പ് വാച്ചുകളിലും അത് ഇൻകോപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് എംബഡഡ് സിസ്റ്റത്തിൻ്റെ വളർച്ച തന്നെയാണ്. അപ്പം ഇത് വല്ലാത്തൊരു ഒരു എന്താ പറയുന്ന ഒരു ഫീൽഡാണ്. കാരണം ഡയഗ്നോസ്റ്റിക്സ് എത്രയും ക്വിക്കായിട്ട് ഡിസീസ് ഡയഗ്നോസ് ചെയ്യുക, ഡിസീസ് മുന്നിൽ വരുന്നതിന് മുമ്പ്, അതായത് ലക്ഷണം പ്രകടിപ്പിക്കുന്നതിന് മുമ്പേ ഡിസീസിനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും വെയറബിൾ ഡിവൈസുകളുടെ ഉദ്ദേശം. ഡയഗ്നോസ്റ്റിക് ഡിവൈസ്, പിന്നെ അതുപോലെ ഡയബറ്റീസിന് വേണ്ടി ഒട്ടിച്ച് വയ്ക്കുന്ന ഒരു പാച്ച് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് മൊബൈൽ ഫോണിൽ എടുക്കാൻ പറ്റും. ലൈവായിട്ട് നമുക്ക് അപ്പോൾ ഉള്ള വാല്യൂസ് നമുക്കറിയാൻ പറ്റും. ഇത് ഡയബറ്റീസിന് മാത്രമല്ല, മറ്റനേകം രോഗങ്ങൾക്കും അതുപോലത്തെ ഡിവൈസുകൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് വല്ലാത്തൊരു ഗ്രോത്തിൻ്റെ പീരീഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ഈ മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് ഡിവൈസുകളും വെയറബിൾ ഡിവൈസുകളും. മറ്റൊരു ഫീൽഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഫീൽഡാണ്. വലിയൊരു ബൂമാണല്ലോ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് മുഴുവനും എംബഡഡ് സിസ്റ്റംസ് ആണ്. കാരണം എല്ലാ ക്രിട്ടിക്കൽ ഓപ്പറേഷൻസും എല്ലാ സംഭവങ്ങളും നിയന്ത്രിക്കുന്നത് ഒരു മൈക്രോ കൺട്രോളർ ബേസ്ഡ് എംബഡഡ് സിസ്റ്റത്തിൻ്റെ ഒരു ബോർഡാണ്. ഈവൻ ആ വണ്ടിയുടെ സ്പീഡ്, അതിൻ്റെ ടയറിൻ്റെ റൊട്ടേഷൻ, ഈവൻ അതിൻ്റെ പ്രഷർ, ടയറിലുള്ള പ്രഷർ, നമ്മുടെ UI ഇൻ്റർഫേസ്, ഈ ആക്സിഡൻറ്റ് കൊളീഷൻ എന്താ പറയുന്നത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്, കൊളീഷൻ ഉണ്ടാകുന്നുണ്ടോ അതിനനുസരിച്ച് ബ്രേക്കിംഗ് കൊടുക്കാനുള്ളത് എല്ലാ ഫങ്ഷണാലിറ്റിയും ചെയ്യുന്നത് എംബഡഡ് സിസ്റ്റംസ് ആണ്. നമ്മളൊരു
ഇലക്ട്രിക് കാർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മുഴുവനും ഡിസ്പ്ലേസ് ആണ്. ഡിസ്പ്ലേയും ഇനി അതിൻ്റെ എല്ലാ ഫങ്ഷണാലിറ്റീസും അങ്ങനെ തന്നെയാണല്ലോ. അതെ അതെ. അതൊന്ന് മറ്റൊരു ഫീൽഡ്. പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓട്ടോമേഷനാണ്. ഇപ്പോൾ ഹോം ഓട്ടോമേഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. IoT ബേസ്ഡ് സിസ്റ്റംസ്. നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമ്മുടെ വീട്ടിലെ ലൈറ്റ് ഓഫ് ചെയ്യാം. അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഇവിടുത്തെ മോട്ടർ പമ്പ് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, ലൈറ്റ് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അത് ഹോം ഓട്ടോമേഷൻ്റെ ഒരു വിഭാഗമാണ്. അതുപോലെ റോബോട്ടിക്സ്. ഇപ്പം നിങ്ങൾ പലപ്പോഴും വീഡിയോ ഒക്കെ നമുക്ക് യൂട്യൂബിലും ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് റോബോട്ട് സർജറി ചെയ്യുന്നു. വല്ലാത്ത ഡെവലപ്മെൻ്റ് ഉള്ള ഫീൽഡാണ്. അതുപോലെ റോബോട്ടിക് ഡോഗ്സിനെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ചെറിയ പട്ടി. ഈവൻ IPL അടുത്തിടെ കണ്ടിരുന്നൊരു. അപ്പോൾ അത് ഇപ്പോൾ വാർ ഫീൽഡുകളിലേക്ക് അതുപോലത്തെ റോബോട്ട്സിനെ അയക്കാനുള്ള ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ 3-4 പ്രധാന ഏരിയകൾ ആണ് ഇതിൻ്റെ ഒരു ബൂമിന് കാരണം. അപ്പോൾ ഈ ഒരു ഇപ്പോൾ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് CAGR നമ്മൾ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 7 to 9% ആണ് ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നത് അടുത്തൊരു 10-20 ഇയേഴ്സിൽ. അതായത് 10 വർഷത്തിനുള്ളിൽ ഇപ്പോൾ ഉള്ള ഇൻഡസ്ട്രിയുടെ ഡബിൾ ഇൻവെസ്റ്റ്മെൻറ്റും ഗ്രോത്തും ആ സെക്ടറിലുണ്ടാവും. അപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ വളരെയധികം നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പോൾ ഇന്ത്യക്ക് ആണെങ്കിൽ പ്രത്യേകിച്ചൊരു ഹയർ അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം നമ്മൾ ഒരുപാട് ഹ്യൂമൻ എന്താ പറയുക റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു കൺട്രിയാണ്. വളരെ ഇപ്പം എന്താ പറയുന്ന ട്രില്യൺ എക്കണോമി 5 ട്രില്യൺ എക്കണോമിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ കമ്പനികൾ ആപ്പിൾ, ഗൂഗിൾ എല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. അപ്പോൾ ഇതുകൊണ്ടെല്ലാം നമുക്കിടെ യൂത്തിന് ഈ ഫീൽഡുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് വളരെയധികം ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ജോലി നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഞാൻ ഈ ഫീൽഡിലുള്ളതുകൊണ്ട് നമുക്ക് ഒരു ദിവസം ഒരു 10-20 ജോബ് റിക്വയർമെൻറ്റെങ്കിലും നമുക്ക് കാണാം. പല പേരിൽ സോഫ്റ്റ്വെയർ, എംബഡഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എഞ്ചിനീയർ, ടെസ്റ്റ് എഞ്ചിനീയർ, IoT എഞ്ചിനീയർ, ഓട്ടോമോട്ടീവ് എംബഡഡ് സിസ്റ്റം എഞ്ചിനീയർ, പിന്നെ ഫീൽഡ് ആപ്ലിക്കേഷൻ എഞ്ചിനീയർ, അങ്ങനെ പല പോസ്റ്റുകളിലായിട്ട് ഒരുപാട് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാർ ഇപ്പം നേരത്തെ പറഞ്ഞു കോഡിംഗ് ലാംഗ്വേജസ് അല്ലെങ്കിൽ കോഡിംഗ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഏതൊക്കെ കോഡിംഗ് ലാംഗ്വേജസ് ആണ് യൂഷ്വലി എംബഡഡ് സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ റെഡി ആയിരിക്കേണ്ടത് ഏതൊക്കെ ലാംഗ്വേജ്? അതൊരു നല്ല ചോദ്യമാണ്. കാരണം ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുള്ളത്. എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലാംഗ്വേജ് C ആണ്. C ആൻഡ് C++, എംബഡഡ് C ആൻഡ് എംബഡഡ് C++. ഈ 2 ലാംഗ്വേജാണ് ഏറ്റവും പ്രധാനം. ഇത് C ഡെവലപ്പ് ചെയ്യുന്നത് 72-ലാണ്. ഇപ്പോഴും അത് വളരെ സ്ട്രോങ് ആയിട്ട് അറൗണ്ട് 47% ഇപ്പോഴും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്, എംബഡഡ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത് എംബഡഡ് C ആണ്. അപ്പം അതിൻ്റെ സ്ട്രെങ്ത് അപ്പോഴേ മനസ്സിലാവുമല്ലോ. അപ്പം അതാണ് ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങൾക്ക് നന്നായിട്ട് C പ്രോഗ്രാമിംഗ് എംബഡഡ് സിസ്റ്റത്തിൽ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പകുതി കാര്യം കഴിഞ്ഞു. ബാക്കിയുള്ള എല്ലാ ലാംഗ്വേജും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും ഇഫ് യു നോ C ആൻഡ് C++. ഇപ്പം ഞാൻ +2 കമ്പ്യൂട്ടർ സയൻസ് ഞാൻ എടുത്തത്. ഫിസിക്സിൽ എനിക്ക് എലക്ടീവ് സബ്ജക്റ്റായിട്ട് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടായിരുന്നു. C++ൽ പ്രൊജക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ബേസിക് നോളേജ് കൊണ്ട് എനിക്ക് ഫർദർ മുന്നോട്ട് അതിൽ പോകാം. C++ൻ്റെ ഫണ്ടമെൻ്റൽ ഞാനും C++ ആണ് പഠിച്ചത് +2-ൽ. അന്നൊരു സുമിത അറോറ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് യൂസ് ചെയ്യുന്നത്. അത് നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്. ഓൾമോസ്റ്റ് എല്ലാ C++ൻ്റെ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പം അത് നമ്മൾ 2 വർഷമാണ് അത് പഠിക്കുന്നത്. +1-ലും +2-ലും പഠിക്കുന്നുണ്ട്. ആ ബേസിക്സ് നമുക്ക് അത്യാവശ്യം നന്നായിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് തീർച്ചയായിട്ടും എംബഡഡ് C പഠിക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് കുറച്ച് ഇലക്ട്രോണിക്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാണല്ലോ മറ്റ് ഒരു സിസ്റ്റമായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് ഇലക്ട്രോണിക് ബേസിക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് പഠിക്കുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് വരും. പക്ഷേ അത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ആസ് യു ഗ്രോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും, പഠിച്ചു പോകും. കാരണം അങ്ങനെയാണല്ലോ അത്. കാരണം ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താ, നമുക്കിപ്പം ഒരു പർട്ടിക്കുലർ സമയത്ത് മോട്ടോർ ഓൺ ചെയ്യണം. അപ്പം നമ്മുടെ കയ്യിൽ കോഡ് നമ്മൾ മൈക്രോ കൺട്രോളറിൽ പ്രോഗ്രാം ചെയ്തു. എൻ്റെ ഈ മൈക്രോ കൺട്രോളറിനെ ആ മോട്ടറുമായിട്ട് ലിങ്ക് ചെയ്യണമല്ലോ. അപ്പോൾ അത് നിങ്ങൾ പഠിക്കണം. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊരു വലിയ പ്രശ്നമല്ല. കാരണം നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതെങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ള എല്ലാ വിവരങ്ങളും കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ ഇഷ്യൂ അല്ല. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാം, എംബഡഡ് സിസ്റ്റത്തിലേക്ക് വരാം. എനിക്കറിയാവുന്ന ഒരുപാട് പേര് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്
ഇതുപോലെ വന്ന് അവരിപ്പോൾ മെക്കാട്രോണിക്സ് എഞ്ചിനീയേഴ്സായിട്ടും റോബോട്ടിക്സ് എഞ്ചിനീയേഴ്സുമായിട്ട് വർക്ക് ചെയ്യുന്ന എംബഡഡ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരുപാട് പേരുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ വെബ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ഡെവലപ്മെൻറ്റ്, അപ്പം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എംബഡഡ് ഡിസൈൻ ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടുന്നത്? അതിനെക്കുറിച്ചൊന്ന്. വെബ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരുപാട് റിസോഴ്സ് അബണ്ടൻ്റ് ആണ്. അതായത് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ റിസോഴ്സ് ഉണ്ട്. ഒരു എംബഡഡ് സിസ്റ്റത്തിന് അത്രയും വലിയൊരു ധാരാളിത്തമില്ല. അതായത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ വാച്ചിൽ ഇപ്പം രാവിലെ ഒരു ദിവസം ഞാൻ ചാർജ് ചെയ്തു. ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ബാറ്ററി ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ ഈ വാച്ച് എനിക്ക് ഉപയോഗമില്ല. ഇത് എല്ലാ സ്ഥലത്തും കൊണ്ട് നമുക്ക് ചാർജ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യാൻ നമുക്ക് പോസിബിൾ അല്ല. അതുപോലെ ഇതിൻ്റെ മെമ്മറി, നമുക്ക് ഒരു പരിധി കൂടുതൽ ഇതിൻ്റെ മെമ്മറി കൂട്ടാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ സൈസ് ഇത്രയല്ലേ പറ്റുള്ളൂ. നമുക്ക് ഒരുപാട് വലിയ സൈസിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ഒരു ഹാർഡ് ഡ്രൈവ് നമുക്കിതിനകത്ത് വയ്ക്കാൻ പറ്റില്ലല്ലോ. ചെറിയ മെമ്മറി സ്പേസ് ഉണ്ടാവുള്ളൂ. അതുപോലെ പവറിൻ്റെ ലിമിറ്റേഷനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെമ്മറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മെമ്മറി, പിന്നെ പവർ, ഇതിനകത്തെല്ലാം നമുക്ക് ലിമിറ്റഡ് അവൈലബിലിറ്റി ഉള്ളൂ. മറ്റേ സാധനത്തിൽ അങ്ങനെയല്ല. കാരണം അതൊരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യാണ്. ഹാർഡ്വെയർ ഇഷ്ടം പോലെയുണ്ട്, റിസോഴ്സുകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പം അതിന് അത്രയും എന്താ പറയുന്ന ഒരു റിസോഴ്സിൻ്റെ അബണ്ടൻസ് ഉണ്ട്. എംബഡഡ് സിസ്റ്റത്തിന് അതില്ല. അപ്പം നമ്മളെപ്പോഴും കൺസ്ട്രെയിൻസിൻ്റെ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം ആദ്യം കൺസ്ട്രെയിൻ നോക്കിക്കൊണ്ട് വേണം നമ്മളൊരു കോഡ് എഴുതാൻ തുടങ്ങാൻ പോലും. അതായത് നമ്മളടുത്ത് പറയുകയാണ്, അതായത് നിങ്ങൾക്ക് ആകെ ഈ സിസ്റ്റത്തിലുള്ളത് 2 GB മെമ്മറിയാണ്. ഇപ്പം താങ്കളുടെ ഫോണിൽ ഇപ്പോൾ ഒരുപാട് 1000 GB അവൈലബിൾ ആണ്. ഇപ്പം വിചാരിച്ചോളൂ 4 GB ഉള്ളൂ ടോട്ടൽ. സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ പോവാണ്, 4 GB നമുക്ക് മെമ്മറി കാർഡ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മെമ്മറി കാർഡ് നമ്മൾ 32 GB 64 GB എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുന്നതോടും ഇതിൻ്റെ പെർഫോമൻസ് കുറഞ്ഞു വരും. അത് കണ്ടിട്ടുണ്ടോ ഫോണിൻ്റെ? ഇപ്പോഴത്തെ ഫോണുകളിൽ എനിക്ക് തോന്നുന്നു മെമ്മറി കാർഡ്സ് ഇപ്പം വേണ്ട. കാരണം ഇപ്പം എല്ലാം ആവശ്യത്തിൽ കൂടുതൽ മെമ്മറി ഉള്ള ഇതാണ്. പിന്നെ അത് മാത്രമല്ല, ക്ലൗഡിൻ്റെ സർവീസ് ഒരു ഇതെല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ഇതെല്ലാം നമുക്ക് ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്തരം അബണ്ടൻസ് നമുക്കില്ല. അപ്പോൾ നമുക്ക് 4 GB ഉള്ളൂ, ടോട്ടൽ 4 GB ഉള്ളൂ ഫോണിന്. അപ്പം ഞാൻ 4 GB ഉള്ള മെമ്മറിയിൽ ഞാൻ എൻ്റെ കോഡിങ്ങും എൻ്റെ എല്ലാ പരിപാടിയും ഞാനൊരു 3.5 GB എടുത്തു. പിന്നെ ആകെ കിടക്കുന്നത് ഒരു ഇത്രയല്ലേ ഉള്ളൂ, 0.5 GB ഉള്ളൂ. അത് യൂസർക്ക് അത്രയും മതി എന്ന് പറഞ്ഞാൽ യൂസറെ സമ്മതിക്കില്ല. അപ്പം ഞാൻ അതിൻ്റെ എത്ര % മെമ്മറി നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം, അതിനൊരു ലിമിറ്റേഷനുണ്ട്. അതുപോലെ പവർ, എനിക്ക് ഒരു എന്താ പറയുക, ഒരു വലിയ 12 വോൾട്ട് ബാറ്ററി, ഇത്ര AH ബാറ്ററി, കാർ ബാറ്ററി നമുക്ക് ഇന്നത്തെ വയ്ക്കാൻ പറ്റില്ല. നമുക്ക് വളരെ ചെറിയ, കാരണം ബാറ്ററിയുടെ പ്രത്യേകത, ബാറ്ററിയുടെ പവർ mAh നിങ്ങൾക്കറിയാമല്ലോ. അത് കൂടുന്തോറും അതിൻ്റെ സൈസും വ്യത്യാസം വരും. mAh കൂടുമ്പോൾ അതിൻ്റെ സൈസും വ്യത്യാസം വരും. അങ്ങനെ സൈസ് കൂടാതെ mAh കൂട്ടുമ്പോൾ അതിന് വലിയ ഡേഞ്ചറുണ്ട്. കാരണം ഇതിന് ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനും ഇത് എക്സ്പ്ലോഡ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ലിമിറ്റേഷൻസ് നമുക്കുള്ളത് കൊണ്ട് നമ്മളെപ്പോഴും ആ ലിമിറ്റേഷൻസിനുള്ളിൽ നിന്ന് വർക്ക് ചെയ്യണം. മറ്റവർക്ക് ആ പ്രശ്നമില്ല. പിന്നെ അതുപോലൊരു കേസ്, ഇത് പലപ്പോഴും എംബഡഡ് സിസ്റ്റംസ് വളരെ ക്രിട്ടിക്കൽ സാധനമാണ്. അതായത് ചെറിയ മിസ്റ്റേക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സിസ്റ്റംസാണ്. മറ്റേത് അങ്ങനെയല്ല, കുറച്ചും കൂടി ഫ്രീ ആണ്. എന്ന് വെച്ചാൽ അതിനകത്തുള്ള ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഇടയ്ക്കൊന്ന് ക്രാഷ് ആയാലോ നമുക്ക് ചിലപ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനുണ്ടാവില്ല, വലിയ നഷ്ടങ്ങൾ സംഭവിക്കില്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പേസ് മേക്കർ ഒരു 30 സെക്കൻഡേക്ക് പണി മുടക്കാമെന്ന് വിചാരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? മരിച്ചുപോയി, ആൾക്ക് അപകടം വരും അല്ലേ? അത് അത്രയും ക്രിട്ടിക്കലാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്ക് എംബഡഡ് സിസ്റ്റത്തിലുണ്ട്. അത്രയും ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസിന് വളരെ റിസോഴ്സ് ലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത്. ഒരു വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനിലോ മറ്റ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസിലോ അത്രയും ഒരു പ്രശ്നം അവർക്കില്ല. അവർ കുറച്ചും കൂടി ഫ്രീ ആണ്. അതാണ് ഞാൻ കാണുന്ന മേജറായിട്ടുള്ള ഡിഫറൻസിയേഷൻ. ഇപ്പം നേരത്തെ നമ്മൾ ഇപ്പം ഈ C++ ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞു. അത് വളരെ എനിക്ക് തോന്നുന്നു ഇനീഷ്യലി തൊട്ടേ നമ്മൾ ഫോളോ ചെയ്തു വരുന്ന ഒരു ലാംഗ്വേജാണ്. എന്തുകൊണ്ടായിരിക്കും എംബഡഡ് സിസ്റ്റത്തിൽ ഇപ്പോഴും ആ ഒരു ലാംഗ്വേജ് തന്നെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? അപ്പോൾ നമുക്കറിയാം പുതിയ ടൈപ്പ് ഓഫ് ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. കാരണം നമ്മളെപ്പോഴും മുന്നോട്ട് വരുന്നൊരു ഇതാണല്ലോ.
അതെന്തുകൊണ്ടായിരിക്കും? അതായത് ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഞാൻ C++ എന്ന് പറഞ്ഞപ്പോൾ മറ്റ് ലാംഗ്വേജ് ഇല്ലാന്നല്ല കേട്ടോ. ഒരു 47% ഓഫ് ദ ടോട്ടൽ ഇൻഡസ്ട്രി ഇപ്പോഴും C++ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള 53%-ൽ ഇപ്പോൾ പൈത്തൺ ഉണ്ട്, പിന്നെ റസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, പിന്നെ കുറച്ചും കൂടി ലോ ലെവൽ ലാംഗ്വേജായ അസംബ്ലി ലെവൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ മേജർ ഷെയർ C++ തന്നെയാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര പോർട്ടബിൾ സാധനമാണ്. ഒരു പോർട്ടബിലിറ്റി കൂടുതലുള്ള ഒരു ലാംഗ്വേജാണ് C++. പിന്നെ മാത്രമല്ല, നമുക്കൊരു ഹാർഡ്വെയർ, ഒരു മൈക്രോ കൺട്രോളറിനെ ഹാർഡ്വെയറിനെ ഏറ്റവും അതിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് C++. അപ്പം ഈ കാരണങ്ങൾ കൊണ്ട് നമുക്ക് പിന്നെ ഒരു അബ്സ്ട്രാക്ഷൻ, ഇപ്പോൾ C++ലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, വലിയ ഓവർ ഹെഡുകളൊന്നും ഇല്ലാതെ ഒരു അബ്സ്ട്രാക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജാണ് C++. അപ്പം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അത് അത്രയും ക്ലോസ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യാനും എക്സ്പ്ലോയിറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. മൈക്രോ കൺട്രോളറുടെ ഫീച്ചർ നമ്മൾ എന്താ പറയുക, പിഴിഞ്ഞെടുക്കാന്ന് പറയില്ലേ, അത് ചെയ്യാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും C++. പിന്നെ ഇത്രയും കൊല്ലത്തെ ഒരു ലെഗസി അവകാശപ്പെടാനുണ്ട് അതിന്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സപ്പോർട്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് പിയർ സപ്പോർട്ട് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ഒരു ബഗ് വന്നു കഴിഞ്ഞാൽ ആ ബഗ് ചിലപ്പോൾ 10,000 ലക്ഷക്കണക്കിന് ആൾക്കാർ മുന്നേ അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അപ്പോൾ തന്നെ ആൻസർ വരും. കാരണം ഇത് ഞങ്ങൾ കണ്ടു കഴിഞ്ഞാണ്. 40-45 വർഷത്തെ ലെഗസി ഉണ്ടല്ലോ. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്, കാരണം നമുക്ക് സപ്പോർട്ട് കിട്ടും. പിന്നെ അതുപോലെ ഈ മൈക്രോ കൺട്രോളർ മാനുഫാക്ചറേഴ്സ് അവരുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് എല്ലാം C++ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, എല്ലാ മാനുഫാക്ചറേഴ്സും, ബിക്കോസ് അത് അത്രയും ലെഗസി ഉള്ളത് കൊണ്ട്. സോ ഈ കാരണങ്ങൾ കൊണ്ട് ആണ് C++ഉം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ എൻ്റെ ഒരു സ്പെക്കുലേഷൻ പ്രകാരം അടുത്തൊരു 25-30 വർഷത്തിനിടയിൽ C++ൻ്റെ ഒന്നും വലിയ മാറ്റങ്ങളൊന്നും എംബഡഡ് ഇൻഡസ്ട്രിക്ക് വരാനില്ല. പിന്നെ റസ്റ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ റസ്റ്റിന് കുറച്ചും കൂടി സേഫ്റ്റി കാര്യങ്ങളുണ്ടെന്ന് അവകാശപ്പെടുന്നു. പക്ഷേ ഏതാണ്ട് ആ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് C++ലും കിട്ടാറുണ്ട്. പിന്നെ അത്രയും എക്സ്ട്രീം കണ്ടീഷൻസിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ റസ്റ്റ് ഉപയോഗപ്രദമായിരിക്കാം. അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഒരു എന്താ പറയുക, ഡിപ്പെൻസ് ആണ്. ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. പക്ഷേ യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദി ബേസിക് തിങ്സ്. അതായത് നമ്മളെപ്പോഴും C++ തുടങ്ങുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ കുറേ കൂടി നല്ലത്. കാരണം മറ്റ് ലാംഗ്വേജിലേക്ക് സ്വിച്ച് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. മറ്റേത് പഠിച്ചിട്ട് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യാൻ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടും. മനസ്സിലായി. അതുപോലെ തന്നെ ഈ ഫേംവെയർ ആൻഡ് എംബഡഡ് സിസ്റ്റം, ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്താ? ഫേംവെയറും സോഫ്റ്റ്വെയറാണോ ചോദിച്ചത്? സോഫ്റ്റ്വെയർ. ഓക്കെ. ഫേംവെയർ അതായത് നമ്മൾ ഒരു ഇപ്പോൾ ഞാൻ എൻ്റെ BTech കഴിയുന്നത് 2006-ലാണ്. അപ്പോൾ 2006-ൽ ഞങ്ങൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത് 89C51 എന്ന് പറഞ്ഞൊരു മൈക്രോ കൺട്രോളറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇപ്പോഴും ഉണ്ട്, അത് സാധനം ഇപ്പോഴും ഉണ്ട്, എങ്കിലും അത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അധികം യൂസ് ഇല്ലാത്തൊരു മൈക്രോ കൺട്രോളർ. ഈ മൈക്രോ കൺട്രോളറിൻ്റെ ഒരു പ്രശ്നം, നമ്മളിത് ഒരു കോഡ് എഴുതി ഈ കോഡിലേക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഒരു പ്രോഗ്രാമർ മേടിക്കണം. എന്നിട്ട് ഈ പ്രോഗ്രാമർ ഉപയോഗിച്ചിട്ട് ഇത് പ്രോഗ്രാം നമ്മൾ ബേൺ ചെയ്യും. എന്നിട്ട് നമ്മളെടുത്ത് നമ്മുടെ സിസ്റ്റത്തിൽ വെച്ച് നോക്കും. അപ്പോൾ എന്തെങ്കിലും എറർ കാണുന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ തന്നെ പിന്നെ നമ്മൾ കോഡ് എഡിറ്റ് ചെയ്യുന്നു, പിന്നെ ഇതെടുത്ത് ഇവിടെ വെച്ച് ബേൺ ചെയ്യുന്നു. ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇപ്പോൾ അങ്ങനെയല്ല, ഇൻ സിസ്റ്റം പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നു. അതായത് നേരെ തന്നെ ആ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ കമ്പ്യൂട്ടറിൽ നിന്ന് അതിനകത്തോട്ട് കോഡ് ചെയ്യാം. ജസ്റ്റ് പ്രോഗ്രാം എഴുതുക, അപ്ലോഡ് നിന്ന് അടിച്ച് കഴിഞ്ഞാൽ ഇത് നേരെ ഇൻ സിസ്റ്റം പ്രോഗ്രാമിംഗ് വഴി ഈ മൈക്രോ കൺട്രോളോട്ട് കയറും. അപ്പോൾ ലൈവായിട്ട് അവിടെ വെച്ച് തന്നെ ടെസ്റ്റും ചെയ്യാം, പ്രോഗ്രാമിങ് ചെയ്യാം, ചേഞ്ചസ് വരുത്താം. ഇതെങ്ങനെ പോസിബിളായെന്നറിയോ? ഇപ്പോൾ എല്ലാവർക്കും കുട്ടികൾ മുതൽ അറിയാവുന്നൊരു സാധനമാണ് ആർഡ്യൂനോ ബോർഡ്. ഈ പ്രോസസ്സ്, ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സ് വളരെയധികം പോപ്പുലറാക്കിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ആർഡ്യൂനോ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ. അതൊരു ചെറിയ ബോർഡാണ്, അതിനകത്തൊരു മൈക്രോ കൺട്രോളർ ഉണ്ട്, പിന്നുകളുണ്ട്, ഇൻപുട്ട് കൊടുക്കാനോ ഔട്ട്പുട്ട് എടുക്കാനുള്ള പിന്നുകളുണ്ട്. അതിൻ്റെ പ്രത്യേകത, അതൊരു USB വഴി നമ്മൾ നേരെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുക, കോഡ് എഴുതുക. കോഡ് ഭയങ്കര സിംപ്ലിഫൈഡ് ആണ്, എളുപ്പത്തിൽ കോഡ് ചെയ്യാം. കോഡ് ചെയ്തിട്ട് നേരെ അപ്ലോഡ് ബട്ടൺ കൊടുത്താൽ നേരെ ഇത് അപ്ലോഡ് ആവും. എൻ്റെ അതുമായിട്ട് കണക്ട് ചെയ്യണം മോട്ടറോ സെൻസറോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് വർക്ക് ചെയ്യും. എറർ ഉണ്ടെങ്കിൽ നമുക്കപ്പോൾ തന്നെ അവിടെ എഡിറ്റ് ചെയ്യുക, നേരെ അപ്ലോഡ് ചെയ്യുക, ഒരു ബുദ്ധിമുട്ടില്ല. ഇത് എങ്ങനെ സാധിക്കുന്നു?
അതിനകത്തൊരു ചെറിയ കോഡ് കിടപ്പുണ്ട്. അതായത് നമ്മൾ നമ്മുടെ പ്രോഗ്രാം എഴുതുന്നതിന് മുമ്പേ അതിനകത്തൊരു കോഡ് കിടപ്പുണ്ട്. ഓക്കെ. ആ കോഡാണ് ഈ USB വഴി കോഡ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതിനെ റിസീവ് ചെയ്ത് മൈക്രോ കൺട്രോളറിലേക്ക് അയക്കുന്നത്. അതൊരു ചെറിയ ഫേംവെയറാണ്. ഓക്കെ, അത് നമ്മൾ ആർഡ്യൂനോ ഫേംവെയർ എന്ന് പറയും. അതുപോലെ ഇപ്പം നമുക്ക് പലപ്പോഴും താങ്കൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ലാപ്ടോപ്പിനോ കമ്പ്യൂട്ടറിനോ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു, കംപ്ലീറ്റ് OS പോയാലും ബൂട്ടിങ് നടക്കും. ഒരു ബയോസ് കിടപ്പുണ്ട്, അതൊരു ഫേംവെയറാണ്. മനസ്സിലായോ? അതായത് ഒരു ചെറിയ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ചെറിയ പീസ് ഓഫ് കോഡിനെ നമുക്ക് എന്ത് പറയാം? ഒരു ഫേംവെയർ എന്ന് പറയാം. ചെറിയൊരു കോഡ്, അതൊരു പർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യുന്നു, അതവിടെ ഉണ്ടാവും ആ സിസ്റ്റത്തിൽ. അതുപോലെ ഞാൻ ഇപ്പോൾ എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയ മോട്ടറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങളൊരു ചെറിയ കോഡ് എഴുതി, അതും ഒരു ഫേംവെയർ ആയിട്ട് എടുക്കാം. പക്ഷേ എംബഡഡ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മേളിൽ നിൽക്കുന്ന സാധനമാണ്. എംബഡഡ് ഫേംവെയറിനേക്കാളും കുറച്ചുകൂടി മേളിൽ നിൽക്കുന്ന സാധനമാണ്. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ മൾട്ടി ടാസ്കിങ് സംഭവിക്കാം, അവിടെ ഒരു OS ഉണ്ടാവാം, അവിടെ ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഉണ്ടാകാം. കുറച്ചും കൂടി എന്താ പറയുന്നത്, ഒരു ഇവോൾവ് വെർഷനാണ്. അപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഒരു എംബഡഡ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു സബ്സെറ്റാണ് ഈ ഫേംവെയർ എന്ന് പറയുന്നത്. അത് ചെറിയ പ്രോഗ്രാം. ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ആ ഫേംവെയർ മാത്രമേ മതി, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഉദാഹരണം, നമ്മളിപ്പം ഈ ഡോറ് തുറന്നകത്തേക്ക് വരുന്നു, ഇവിടെ ഒരു ലൈറ്റ് കത്തണം, വേറെ ഒന്നും വേണ്ട, ലൈറ്റ് കത്തണം. ഈ ഡോറ് തുറക്കുമ്പം അതിനുവേണ്ടി ഒരു സെൻസർ വെച്ചാൽ മതി. ഡോറ് തുറന്നു എന്ന് അറിയാനൊരു സെൻസർ, അതൊരു മൈക്രോ കൺട്രോളറിലേക്ക് ചെല്ലുന്നു. മൈക്രോ കൺട്രോളർ എന്ത് ചെയ്യുന്നു? ഒരു റിലേ ഓൺ ചെയ്തിട്ട് ലൈറ്റ് കത്തിക്കുന്നു. ഇതിന് വലിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമോ മൾട്ടി ടാസ്കിങ്ങോ ഒന്നും വേണ്ട. അപ്പോൾ അവിടെ നമ്മളൊരു ചെറിയ കോഡ് എഴുതും, അതൊരു ഫേംവെയറാണ്. അതേസമയം നമ്മളൊരു വണ്ടിയിൽ ചെന്ന് ഇരിക്കുകയോ വണ്ടിയുടെ UI നമ്മൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്, അതുകൂടാതെ എൻജിനിലേക്കുള്ള പെട്രോളിൻ്റെ ഇഞ്ചക്ഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ സമയം തന്നെ വണ്ടി എന്തെങ്കിലും ആക്സിഡൻറ്റ് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ബാഗ് റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ഫങ്ഷൻസും വളരെ കൃത്യതയോടുകൂടി ടൈം ലാഗ് ഇല്ലാതെ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു ഫേംവെയർ അല്ല, ദാറ്റ് ഈസ് ആൻ എംബഡഡ് സോഫ്റ്റ്വെയർ. പിടികിട്ടിയോ? മനസ്സിലായി. അപ്പോൾ ഒരു ചെറിയ ഫങ്ഷൻ ചെയ്യുന്ന ചെറിയ പ്രോഗ്രാമുകളെയാണ് നമ്മൾ ഫേംവെയർ എന്ന് വിളിക്കുന്നത്. കുറച്ചും കൂടി വലിയ ലെവലിൽ OSഉം GUIയും മൾട്ടി ടാസ്കിങ്ങും ഒക്കെ ഉള്ള വലിയ സോഫ്റ്റ്വെയറുകളെ എംബഡഡ് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നു. സോ എംബഡഡ് ഫേംവെയർ ഈസ് എ സബ്സെറ്റ് ഓഫ് എംബഡഡ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറിൻ്റെ ഒരു ചെറിയ ഭാഗം അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. പിന്നെ ഞാൻ കുറച്ചും കൂടി ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ എല്ലാ ഫേംവെയറുകളും ഒരു എംബഡഡ് സോഫ്റ്റ്വെയർ അല്ല, എന്നാൽ എല്ലാ എംബഡഡ് സോഫ്റ്റ്വെയറുകളും ഒരു ഫേംവെയർ ആണെന്ന് പറയാം. ഓക്കെ. അതേപോലെ നമ്മൾ തുടക്കത്തിൽ ഉപയോഗിച്ച 2 ടേംസ് ആയിരുന്നു, മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളറും. അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ് സത്യം. കാരണം നമ്മൾ ഇത്രയും നേരം മൈക്രോ കൺട്രോളറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് നമ്മൾ സിമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു പ്രോസസ്സർ, നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങിക്കില്ലേ, കമ്പ്യൂട്ടർ വാങ്ങിക്കുമ്പോൾ നമ്മൾ സ്പെക്ക് നോക്കുമ്പോൾ നമ്മൾ ഏതാ പ്രോസസ്സർ ചോദിക്കില്ലേ, i3, i5 അങ്ങനെ പറയും. അത് മൈക്രോ പ്രോസസ്സേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആർക്കിടെക്ചർ തന്നെ വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് മൈക്രോ പ്രോസസ്സറുകളിൽ ബേസിക്കലി വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞൊരു ആർക്കിടെക്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. മൈക്രോ കൺട്രോളർ ഒരു ഹാവാർഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ ആർക്കിടെക്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. അത് അതിൻ്റെ ടെക്നിക്കൽ സൈഡ്. പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പം ഇത് ഒരു ടിപ്പിക്കൽ ആപ്ലിക്കേഷൻ നടത്താൻ വേണ്ടി നമുക്കൊരു സാധനം വേണം. അതിന് നമുക്കൊരിക്കലും ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞൊരു എക്സാമ്പിളില്ലേ, ഇപ്പോൾ വാതിൽ തുറന്ന് വരുമ്പോൾ ലൈറ്റ് കത്തുന്നു, അതിന് വേണ്ടി നമ്മളൊരു i5ൻ്റെ പ്രോസസ്സർ മേടിച്ച് വെക്കേണ്ട ആവശ്യമുണ്ട്. എത്ര 1000 രൂപയാണ് അതിനല്ലേ, ഭയങ്കര വിലയാണ്, ഭയങ്കര കോസ്റ്റ്ലിയാണ് സാധനം. അതിന് നമുക്കൊരു 200 റുപ്പീസിൻ്റെ ഒരു മൈക്രോ കൺട്രോളർ മതി. ഒരു സിംഗിൾ കോറും ഉള്ള ചെറിയ മെമ്മറി സ്പേസും ഒക്കെ ഉള്ള ഒരു മൈക്രോ കൺട്രോളർ നമുക്ക് മേടിക്കാൻ കിട്ടും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ എംബഡഡ് സിയിൽ കോഡ് എഴുതി സിസ്റ്റം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുള്ളൂ. അതിന് ആ പണി മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അതായത് ആ ഒരു ടാസ്ക് മാത്രം ചെയ്യാൻ ഉള്ള കാര്യം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിക്കവാറും മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൈക്രോ കൺട്രോളേഴ്സിൽ നിങ്ങൾക്കൊരു CPU കാണാൻ പറ്റും, ഒരു പ്രോസസ്സിങ് യൂണിറ്റ് കാണാൻ പറ്റും, അതിനാവശ്യമുള്ള കൊച്ചു മെമ്മറി കാണും, റോമും റാമും ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ കാണും. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ടുകൾ കണക്ട് ചെയ്യാനുള്ള പിന്നുകളും എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ കാണും. പക്ഷേ ഒരു CPU-ൽ അല്ലെങ്കിൽ ഒരു മൈക്രോ പ്രോസസ്സറിൽ അതില്ല. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? മൈക്രോ പ്രോസസ്സർ മാത്രമേ ഉള്ളൂ, CPU മാത്രമേ ഉള്ളൂ, മെമ്മറി ഇല്ല. IO പോർട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊന്നും അതിനകത്ത് ഇതില്ല. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം?
അഡീഷണലി വെക്കണം. വെക്കണം. അതുകൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ മേടിക്കുമ്പം i5 പ്രോസസ്സർ, 1 TB ഹാർഡ് ഡിസ്ക്, റോം, പിന്നെ എന്താ പറയുക, ഇപ്പം 8 GB റാം ഒക്കെ അഡീഷണൽ മേടിച്ച് കണക്ട് ചെയ്യണം. അതെ അതെ, മനസ്സിലായോ? നമ്മുടെ ആ ഒരു യൂസിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ളത് വെച്ച് വെക്കണം. പിന്നെ അതൊരു ജനറൽ പർപ്പസാണ്. നിങ്ങൾക്ക് ആ പ്രോസസ്സർ ഉപയോഗിച്ച് നിങ്ങൾക്ക് OS ഇട്ട് നിങ്ങൾക്ക് എന്തോരം സോഫ്റ്റ്വെയർ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്ത് പല പല കാര്യങ്ങൾ ചെയ്യാം. അല്ലേ, ഒരു കമ്പ്യൂട്ടറിൽ അങ്ങനെയല്ല. അപ്പോൾ അതാണ് മൈക്രോ പ്രോസസ്സർ. മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു ചെറിയ കോർ, മിക്കവാറും ഒരു സിംഗിൾ കോറേ കാണുള്ളൂ. ഇപ്പം അങ്ങനെയല്ലല്ലോ, ഒക്ടാ കോറ് എന്നൊക്കെ പറഞ്ഞു 8 കോറല്ലേ പ്രോസസ്സറുകൾക്കുള്ളത്. അതുകൊണ്ട് എന്താ, മൾട്ടി ത്രെഡിങ് ആ, ഒരു പരിപാടി നടക്കുമ്പോൾ തന്നെ വേറെ കോറ് വേറെ വർക്ക് ചെയ്യും, വേറെ കോറ് വേറെ വർക്ക് ചെയ്യും, മൾട്ടി പരിപാടി നടക്കും. ഇവിടെ അത് അത്ര എളുപ്പമല്ല. മൈക്രോ കൺട്രോളറിന് ഒരു സിംഗിൾ കോറേ കാണുള്ളൂ. കാരണം എന്താ, ഒരു ഡെഡിക്കേറ്റഡ് പരിപാടി ചെയ്താൽ മതി. അപ്പോൾ അതിനകത്ത് മതി, വിലയും കുറവ്. അതെ അതെ. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മൾ ഈ ലാപ്ടോപ്സും കമ്പ്യൂട്ടേഴ്സൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ സ്പെക്ക് കൂടുതൽ കിട്ടണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരു ചൂസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ സാർ ഇപ്പോൾ പറഞ്ഞു തന്ന ആ ഒരു എക്സ്പ്ലനേഷൻ വളരെ അല്ല, അത് ഇത്രേ ഉള്ളൂ. നമ്മളിപ്പം നമ്മുടെ ഈവൻ നിങ്ങൾ അത് പലർക്കും അറിയില്ല കേട്ടോ. അതായത് നമ്മൾ ഈ പ്രോസസ്സറിനെ കുറിച്ച് പറയുമ്പോഴേ ഈ i3, i5, i7 എന്ന് പറയുന്നുണ്ടല്ലോ. ഈ i3, i7, i9 എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളൊരു നമ്പർ കാണുമല്ലോ. ഈ നമ്പറിൻ്റെ അവിടെ പല സംഭവമുണ്ട്. ചിലത് മൊബൈൽ പ്രോസസ്സറായിരിക്കും, അതായിരിക്കും എടുത്ത് കമ്പ്യൂട്ടറിന് ഇട്ടുണ്ടാവുക. പക്ഷേ അതിൻ്റെ ഒരു മൊബൈൽ ഫോണിൻ്റെ ഫങ്ഷനാലിറ്റി തന്നെ അതിന് കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ സംഭവം? ഇപ്പോൾ i3 എന്ന് പറയുമ്പോൾ അതുപോലെ HU എന്നൊക്കെ പറഞ്ഞ് പല വെർഷൻസ് ഉണ്ട്. ഇത് അതായത് ലാസ്റ്റ് ഒരു H കാണും, പ്രോസസ്സറിൻ്റെ നമ്പർ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു H കാണും. ചില സ്ഥലത്ത് ലാസ്റ്റ് ഒരു U കാണും. ഈ നമ്മൾ നോക്കുമ്പോൾ എന്താ, UH തമ്മിലുള്ള വ്യത്യാസമല്ലേ ഉള്ളൂ, അവിടെ കിടക്കണം. അങ്ങനെയല്ല, അത് ഇതിൻ്റെ പ്രോസസ്സിങ് പവറേ വ്യത്യാസമാണ്. അപ്പോൾ അത് വേറെ, അതിനകത്ത് ഒരുപാട് നമ്മൾ നോക്കാനുണ്ട്. അതുപോലെ ഇതിൻ്റെ ഇൻ്റർഫേസിങ്, ഇപ്പോൾ ചില ഭയങ്കര നല്ലൊരു പ്രോസസ്സർ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന റാമിന് അത് കോമ്പാറ്റബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ പെർഫോമൻസ് എടുക്കാൻ അതിന് സാധിക്കില്ല. കാരണം റാമിന് ഇത്രേ പറ്റുള്ളൂ. ഇപ്പം ഞാനും ബഷീറും വേറെ 2 പേരും കൂടി ഒരു കൈ പിടിച്ചുകൊണ്ട് ഓടുകയാണ് എന്ന് വിചാരിച്ചോ, കൈകൾ കൂട്ടി പിടിച്ചുകൊണ്ട് ഓടുകയാണ്. ആ ഓട്ടത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് എത്രയായിരിക്കും അറിയോ? ആ കൂട്ടത്തിലുള്ള ഏറ്റവും സ്ലോവസ്റ്റ് വേഴ്സൻ്റെ വേഗതയായിരിക്കും. കാരണം നിങ്ങൾ കൈകൾ കൂട്ടി പിടിച്ചേക്കാം. ശരിയല്ലേ? ഈ ബഷീറിന് എന്നെക്കാളും സ്പീഡ് ഉണ്ടെങ്കിലും ഞാൻ പതുക്കെയാണ് ഓടണമെങ്കിൽ താങ്കൾക്ക് താങ്കളുടെ ഫുൾ പൊട്ടൻഷ്യലിൽ ഓടാൻ പറ്റില്ല. ശരിയല്ലേ? അത് തന്നെയാണ് അതിനകത്ത് വരുന്നത്. ആ സംഭവമാണ് വരുന്നത് മൈക്രോ പ്രോസസ്സറിൻ്റെ കേസിൽ. അപ്പം നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി, മൈക്രോ പ്രോസസ്സറിൽ ഈ പ്രോസസ്സർ മാത്രമേ ഉള്ളൂ. അതിന് മൾട്ടി ഫങ്ഷനാലിറ്റീസ് ചെയ്യാൻ പറ്റും. ഒരുപാട് കോറുകളുണ്ട്, ഒരുപാട് ഫങ്ഷനാലിറ്റീസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിന് എക്സ്റ്റേണൽ മെമ്മറി നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. റാമും റോമും ഒക്കെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതങ്ങനെയല്ല, ഇതൊരു സിംഗിൾ പ്രോസസ്സറായിരിക്കാം, സിംഗിൾ കോറേ ഉണ്ടാവുള്ളൂ. അതിനകത്ത് തന്നെ പക്ഷേ എന്തുണ്ട്, ചെറിയ മെമ്മറി ഉണ്ട്, റാമും റോമും ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഇൻപുട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള പിന്നുകളെല്ലാം അവൈലബിൾ ആണ്. അതിനൊരു ഡെഡിക്കേറ്റഡ് ടാസ്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് മൈക്രോ കൺട്രോളർ, മറ്റേത് പ്രോസസ്സർ. വെൽ എക്സ്പ്ലെയിൻഡ്.